ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അർച്ചനയോട് ഇതിനെക്കുറിച്ചൊക്കെ എങ്ങനെ തുറന്നു പറയുമെന്നുള്ള ടെൻഷനിൽ നിൽക്കുകയാണ് സേതുമാധവൻ. തുടർന്ന് അവന്തിക പുറത്തേക്ക് വരുമ്പോൾ സേതു പറയുകയാണ്, മോളെ നീ തന്നെ വേണം അർച്ചനയോട് ഈ കാര്യം പറയാൻ. എനിക്ക് ഇതൊന്നും തുറന്നു പറയാനുള്ള മനോധൈര്യമൊന്നുമില്ല. അച്ഛൻ എന്താണെങ്കിലും വിഷമിക്കണ്ട. ഈ വീടിനും ഈ വീട്ടുകാരുടെ നല്ലതിനു വേണ്ടി ഞാൻ തന്നെ ഇത് അർച്ചനയോട് പറഞ്ഞോളാം. അത്രയും പറഞ്ഞുകൊണ്ട് അവന്തിക മനസ്സിൽ പറയുകയാണ്, ഇനി കാര്യങ്ങളൊക്കെ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ഞാനാ തീരുമാനിക്കാൻ പോകുന്നത്. മോളെ അച്ഛനൊട്ടും വയ്യ, കുറച്ചുനേരം കിടക്കട്ടെ എന്ന് പറഞ്ഞ് സേതു അകത്തേക്ക് പോകുമ്പോൾ അവന്തിക മനസ്സിൽ പറയുകയാണ്, അർച്ചനെ നിന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാനുള്ള സൗഭാഗ്യം വന്നു ചേർന്നിരിക്കുന്നത് ഈ എനിക്ക് തന്നെയാ. അതെങ്ങനെയൊക്കെ നടത്തിയെടുക്കണമെന്ന് എനിക്ക് നന്നായി തന്നെ അറിയാം. ഞാനിത് പറയുമ്പോൾ നിന്റെ മുഖത്തുണ്ടാകുന്ന നിസ്സഹായ അവസ്ഥയും ദുഃഖവും ഒക്കെ തന്നെ എനിക്കൊന്ന് നേരിട്ട് തന്നെ കാണണം. പിന്നീട് കാണിക്കുന്നത് സച്ചിയും അർച്ചനയും കൂടി വക്കീലിന്റെ അടുത്ത് പോയിരിക്കുന്നതാണ്. സി ഐ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മധു ഇതിനോട് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് വക്കീൽ പറയുന്നു. അനുജത്തിയായിട്ടല്ല, സ്വന്തം മോളായിട്ടാണ് അയാൾ അവളെ സ്നേഹിച്ചത്. അതും ഇന്നത്തെ ദിവസം തന്നെ അയാളോട് ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടി എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് വക്കീൽ പറയുമ്പോൾ അനൂപേട്ടന് ആ കുട്ടിയായിട്ട് ഒരു മുൻപരിചയം പോലും ഇല്ലെന്നും അനൂപേട്ടൻ മനഃപൂർവ്വമല്ല ഇതൊക്കെ ചെയ്തതെന്നും അർച്ചന പറയുന്നു. ഇതിനെതിരെയുള്ള എന്തെങ്കിലും തെളിവ് നിങ്ങളുടെ കയ്യിലുണ്ടോ, CCTV വിഷ്വൽസോ മറ്റോ എന്ന് വക്കീൽ ചോദിക്കുമ്പോൾ വേണമെങ്കിൽ ഞങ്ങളൊന്ന് ശ്രമിച്ചു നോക്കാമെന്ന് സച്ചി പറയുന്നു. ഞങ്ങള് വക്കീലിന്റെ കാല് പിടിക്കാം, എങ്ങനെയെങ്കിലും എന്റെ ഏട്ടനെ ഇതിൽ നിന്നും ഒന്ന് രക്ഷിക്കണം. അറിയാതെ പറ്റിയൊരു അപകടത്തിന്റെ മേല് എന്റെ ഏട്ടന്റെ ജീവൻ നഷ്ടപ്പെടാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. എത്ര പണം വേണമെങ്കിലും ഞങ്ങൾ കൊടുക്കാമെന്ന് അർച്ചന പറയുമ്പോൾ വക്കീൽ ചോദിക്കുകയാണ്, അല്ല നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ പണം കൊടുത്ത് വശത്താക്കാൻ പറ്റുന്ന ഒരാളല്ല ചെങ്കൽ മധു. അവൻ പണമുണ്ടാക്കാൻ ഇറങ്ങിയത് തന്നെ അവന്റെ സഹോദരിക്ക് വേണ്ടിയാണ്. അനൂപേട്ടനെ കൊണ്ടു കൊടുക്കാമെന്ന് ഞാൻ സമ്മതിച്ചിരുന്നു. അതിന്റെ ഭാര്യയ്ക്കും മകൾക്കും വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. സ്വന്തം ഭാര്യയുടെയും കുഞ്ഞിന്റെയും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. അവരെ രക്ഷപ്പെടുത്തിയിട്ട് മധുവുമായിട്ട് വീണ്ടും കോംപ്രമൈസ് സംസാരിക്കാമെന്നാ ഞാൻ കരുതിയിരുന്നത്. വക്കീല് ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണമെന്ന് സച്ചി പറയുമ്പോൾ ഞാൻ ശ്രമിക്കാമെന്നും, പക്ഷെ അനൂപിനെ നിങ്ങൾ പറഞ്ഞ സമയത്ത് പറഞ്ഞ സ്ഥലത്ത് തന്നെ എത്തിച്ചേ മതിയാകൂ എന്നും വക്കീൽ പറയുന്നു. ആ സമയത്ത് ഞാൻ എന്തെങ്കിലും പറഞ്ഞ് കോംപ്രമൈസിന് ശ്രമിക്കാം, അതല്ലാതെ വേറെ ഒരു വഴിയും ഞാൻ കാണുന്നില്ലെന്ന് വക്കീൽ പറയുമ്പോൾ വീണ്ടും വക്കീലിനോട് രക്ഷിക്കാൻ പറയുകയാണ് അർച്ചന. എനിക്കിപ്പോൾ വേറെ മീറ്റിംഗ് ഉണ്ട്, ഞാൻ ശ്രമിക്കാം അത്ര തന്നെയെന്ന് പറഞ്ഞ് വക്കീല് അവരെ കൈയൊഴിയുകയാണ്. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അടുക്കളയിലെ ജോലികളിൽ മുഴുകി നിൽക്കുകയാണ് അനഘയും സ്നേഹയും. അതേസമയം അവന്തിക അടുക്കളയിലേക്ക് ചെല്ലുന്നു. അല്ല ചേച്ചി, അങ്കിളിനെയും കൂട്ടി എവിടെ പോയതായിരുന്നെന്ന് അനഘ ചോദിക്കുമ്പോൾ ഞങ്ങളൊരു ജോത്സ്യനെ കാണാൻ പോയതാണെന്ന് അവന്തിക പറയുന്നു. എന്നിട്ട് ജോത്സ്യൻ എന്തു പറഞ്ഞെന്ന് അനഘ ചോദിക്കുമ്പോൾ ഞാൻ സംശയിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങളെന്നും അർച്ചനയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞാണ് എല്ലാ പ്രശ്നങ്ങളുടെയും പിന്നിലെന്നും അവന്തിക പറയുന്നു. ജോത്സ്യൻ അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് അനഘ ചോദിക്കുമ്പോൾ സംശയമുണ്ടെങ്കിൽ നീ തന്നെ ചെന്ന് ചോദിക്കാൻ അവന്തിക പറയുന്നു. ആറ്റുനോറ്റിരുന്ന് കിട്ടിയ ഒരു കുഞ്ഞാണ് അർച്ചനയുടെ വയറ്റിലുള്ളത്. ഈ വീട്ടില് ഓടിക്കളിക്കേണ്ട കുഞ്ഞായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാ, അർച്ചനയുടെ വിധി ഇതായി പോയില്ലേ. അതേസമയം ആതിര അടുക്കളയിലേക്ക് ചെല്ലുകയാണ്. അല്ല, ഏത് കുഞ്ഞിന്റെ കാര്യമാ നിങ്ങളീ പറയുന്നത്? ഒന്നുമില്ലെന്ന് അനഘ പറയുമ്പോൾ അവന്തിക പറയുകയാണ്, എന്തിനാ അവളോട് മറയ്ക്കുന്നത്? അവളും കൂടി അറിയട്ടെ. ഈ വീട്ടിലും വൃന്ദാവനം വീട്ടിലും ഇപ്പൊ നടക്കുന്ന പ്രശ്നങ്ങളെല്ലാം നിനക്കറിയാലോ. അങ്ങനെ ഞാനും അച്ഛനും കൂടി അച്ഛന്റെ പരിചയത്തിലുള്ള ഒരു ജ്യോത്സ്യരെ കാണാൻ പോയിരുന്നു. തുടർന്ന് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം അവന്തിക പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് ആതിര. ഇതൊന്നും ഞാൻ വിശ്വസിക്കില്ലെന്നും ഇവിടെ നിങ്ങൾ മാത്രമല്ലല്ലോ വേറെയും ആളുകളില്ലേ എന്നും. സ്നേഹിക്ക് സംഭവിച്ചത് സാധാരണ ഏതൊരു പെൺകുട്ടിക്കും പ്രഗ്നൻസി പീരീഡിൽ സംഭവിക്കാവുന്നതാണ്. പിന്നെ നന്ദേട്ടന്റെ കാര്യം, നന്ദേട്ടനെ മനഃപൂർവ്വമാണ് ആരോ കൊല്ലാൻ ശ്രമിച്ചത്. അതിന്റെ പിന്നിൽ ആരാണെന്നൊക്കെ പോലീസ് വൈകാതെ തന്നെ കണ്ടെത്തിക്കോളും. പിന്നെ അനൂപേട്ടന്റെ വണ്ടി ആക്സിഡന്റ്, സാധാരണ ഇപ്പോൾ എല്ലാ സ്ഥലത്തും ആക്സിഡന്റ് നടക്കാറുള്ളതാണല്ലോ. അതുകൊണ്ട് തന്നെ ഇതെല്ലാം അച്ചുചേച്ചിയുടെ കുഞ്ഞിന്റെ തലയിൽ കെട്ടിവെക്കാൻ ഞാൻ സമ്മതിക്കില്ല. പക്ഷേ ആ കുഞ്ഞിന് ജാതകദോഷമുണ്ടെന്നാ ഞാനും വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ എന്റെ കുഞ്ഞിനൊന്നും പറ്റില്ലായിരുന്നല്ലോ എന്ന് സ്നേഹ ദേഷ്യത്തോടെ പറയുന്നു. എന്താണെങ്കിലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ ജാതകദോഷം കാരണമാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് ഞാൻ എന്താണെങ്കിലും വിശ്വസിക്കാനേ പോകുന്നില്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ നിൽക്കുകയാണ് ആതിര. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.